അങ്ങനെ വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം അങ്കമാലി ശബരിപാതയ്ക്ക് ഇതാ പുതുജീവൻ വെച്ചിരിക്കുകയാണ്. സ്ഥലമെടുപ്പ് അടുത്ത മാസം തുടങ്ങാൻ പദ്ധതിയിടുന്നു. റെയിൽ പദ്ധതിയുടെ റൂട്ടും സ്റ്റേഷനുകളും ഒക്കെ നമുക്ക് വേഗത്തിലൊന്ന് നോക്കാം. ഏറെക്കാലങ്ങളായി ഒരുപാട് ആളുകൾ ഇങ്ങനെ കാത്തുകാത്തിരുന്ന ഒരു റൂട്ടാണ് അങ്കമാലിയിൽ നിന്ന് ശബരിമലയിലേക്കുള്ള റെയിൽപാത. കുറേ ഭാഗമൊക്കെ നിർമ്മാണം പൂർത്തിയാക്കി പിന്നെ അങ്ങനെ പാതി വഴിയിൽ ഇട്ടുപോയതാണ്. പക്ഷേ അതാ വീണ്ടും ആരംഭിക്കുന്നു. എങ്ങനെയൊക്കെയാണ് ആ റൂട്ട് എന്ന് നമുക്ക് വിശദമായി നോക്കാം. ഗ്രീൻ സിഗ്നൽ കിട്ടുമ്പോൾ തീർച്ചയായും ശബരിമല യാത്ര നമുക്കറിയാം, ഒരുപാട് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നതാണ്. ഈ റെയിൽപാത വരുന്നതോടുകൂടി വലിയ തോതിൽ ആളുകൾക്ക് അത് സഹായകരമായി മാറും. ആ റൂട്ട് അങ്കമാലിയിൽ നിന്ന് ആരംഭിക്കുന്ന റെയിൽപാത കടന്നു പോവുക കാലടി, പ്രധാനമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേഷൻ കാലടിയാണ്. ഒപ്പം പെരുമ്പാവൂർ, ശേഷം ഓടക്കാലി. കാലടി പെരുമ്പാവൂർ വരുമ്പോൾ തന്നെ നമുക്കറിയാം പെരുമ്പാവൂരൊക്കെ വളരെ തിരക്കുള്ള സ്ഥലങ്ങളാണ്. ഭാവിയിൽ മറ്റിടങ്ങളിൽ നിന്ന്, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് പെരുമ്പാവൂരിലേക്ക് നേരിട്ട് റെയിൽവേ ലൈൻ ആരംഭിക്കാനും, കാരണം അന്യസംസ്ഥാന തൊഴിലാളികൾ ഒരുപാട് ജോലി ചെയ്യുന്ന സ്ഥലമാണ്. പെരുമ്പാവൂർ കഴിഞ്ഞാൽ ഓടക്കാലി, കോതമംഗലം, മൂവാറ്റുപുഴയിലും സമാനമാണ്. ഇത്രയും തിരക്കുള്ള ഏരിയ ആണെങ്കിൽ ഒരു റെയിൽപാത സംവിധാനം ഇല്ലാത്തതിൻ്റെ ആ ഒരു ന്യൂനത പരിഹരിക്കാൻ കൂടി ഈ പാത ഉപകരിക്കും. ഒപ്പം വാഴക്കുളം അടക്കമുള്ള സ്ഥലങ്ങൾ, തൊടുപുഴ, കരിങ്കുന്നം, രാമപുരം, ഭരണങ്ങാനം, ചെമ്മലമറ്റം, കാഞ്ഞിരപ്പള്ളി, എരുമേലി, അങ്ങനെ എരുമേലിയിൽ അവസാനിക്കുന്ന അങ്കമാലി ശബരിപാത ഇതാ വീണ്ടും പൊടിയെ തട്ടിയെടുക്കപ്പെടുകയാണ്. അതിനുള്ള സ്ഥലമേറ്റെടുപ്പിൻ്റെ പദ്ധതികളിലേക്കൊക്കെ സർക്കാർ പോകുന്നു. അതിവേഗത്തിൽ തന്നെ ഈ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പദ്ധതി മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്.